ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മൊഡ്യൂൾ നമ്പർ 10 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിലെ കുറച്ച് ഏരിയകൾ കൂടി കംപ്ലീറ്റ് ആവാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. കൂടാതെ മൊഡ്യൂൾ നമ്പർ 11 ഡിജിറ്റൽ സ്ട്രാറ്റജി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിലെ കുറച്ച് ഏരിയകളൊക്കെ നമ്മൾ പഠിക്കും. അതിനുശേഷം അടുത്ത ഒരു ക്ലാസ്സോട് കൂടി നമ്മുടെ എൻറ്റയർ ക്ലാസ്സസ് കംപ്ലീറ്റ് ആവുകയാണ്. മുമ്പ് പ്രോമിസ് ചെയ്ത പോലെ തന്നെ 30 ക്ലാസ്സുകൾ കൊണ്ട് OM ആൻഡ് SM കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടുകൾ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എന്ത് പറയുന്നു? ഉഷാറാണേ? ശരി. അപ്പൊ നമ്മൾ മാറ്റിവെച്ച ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? കോർ കോമ്പീറ്റൻസീസിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് CSF, ദെൻ ഗോൾ കോൺഗ്രുവൻസ്. ഈ 3 ടോപ്പിക്കുകൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ നമ്പർ 10 കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കോർ കോമ്പീറ്റൻസി എന്താണെന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് 7-8 മാർക്കുകൾക്കായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ആരും ഇത് സ്കിപ്പ് ചെയ്യരുതേ. ഓക്കെ, ശരി. എന്താണ് കോർ കോമ്പീറ്റൻസീസ്? നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. കോർ കോമ്പീറ്റൻസീസ് ആർ ആക്ടിവിറ്റീസ് ഓർ പ്രോസസ്സസ് ദാറ്റ് ക്രിട്ടിക്കലി underpin an organization's competitive advantage. They are the collective knowledge and expertise within an organization that enable it to perform certain functions or activities better than others in the industry. ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും അല്ലെ? അവരിലും നന്നായി, അവരിലും ബെറ്റർ ആയിട്ട് ചില ഫങ്ഷൻസ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്താലേ അവരെ കടത്തി വെട്ടാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് മേൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ചില ഫങ്ഷൻസ് അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സ്കിൽഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല നോളജ് ഉള്ള എംപ്ലോയീസിന്റെ ആവശ്യകതയുണ്ട്. അതില്ലാതെ ഒരിക്കലും ആ ഫങ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. സോ ആ എംപ്ലോയീസിനെയും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഫംഗ്ഷനെയും ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോർ കോമ്പീറ്റൻസീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ശരി, വായിച്ചു നോക്കിയാട്ടെ. വായിച്ചോ? കോർ കോമ്പീറ്റൻസി എന്താണെന്നുള്ളത് മനസ്സിലായോ? ഇവിടെ ആകെ മൂടിക്കെട്ടി നിൽക്കുകയാണ് കേട്ടോ, അതുകൊണ്ടാണ് അല്പം ലൈറ്റ് കുറവ്, ക്ഷമിക്കുക. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. ഇത് അടുത്ത് എന്താ തന്നിരിക്കുന്നത് നോക്കി. ദ കോർ കോമ്പീറ്റൻസീസ് ഹാവ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. കോർ കോമ്പീറ്റൻസീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങളാണ് തന്നിരിക്കുന്നത്. 4 പോയിന്റുകളേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താ? പ്രൊവൈഡ് ഡിസ്റ്റിങ്റ്റീവ് അഡ്വാൻറ്റേജ് ഫോർ ദി ഫേം. എൻ്റെ ഫേമില്, എൻ്റെ ഓർഗനൈസേഷനിൽ കോർ കോമ്പീറ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്മേൽ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എഡ്ജ് നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ? ഡിഫിക്കൾട്ട് ഫോർ ദി കോമ്പറ്റീറ്റേഴ്സ് ടു ഇമിറ്റേറ്റ്. ഞാൻ പറഞ്ഞു എൻ്റെ ഫേമിൽ ഇത്തരത്തിലുള്ള കോർ കോമ്പറ്റൻസീസ് ഉള്ളതുകൊണ്ടാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റിയത്. കോമ്പറ്റീറ്റേഴ്സ് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിഫിക്കൾട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്, കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് എന്താ? ദേ മേക്ക് എ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ടു കസ്റ്റമർ വാല്യൂ. കസ്റ്റമർ മുടക്കുന്ന ഓരോ രൂപയ്ക്കും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എന്തുണ്ടായിരിക്കണം? കോർ കോമ്പീറ്റൻസി ആയിരിക്കണം. ഓക്കെ, നാലാമത്തെ പോയിന്റ് നോക്കി. ദേ പ്രൊവൈഡ് ആക്സസ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് മാർക്കറ്റ്സ്. നമ്മുടെ ഓർഗനൈസേഷനിൽ
കോർ കോമ്പിറ്റൻസീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല മാർക്കറ്റുകളിലേക്കും നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുകൾ ഇറക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ആയിട്ടുള്ള 4 പോയിന്റുകളാണ്. പെട്ടെന്ന് വായിച്ചു നോക്കൂ, വേഗം ഒന്ന് വായിച്ചു നോക്കൂ. വീണ്ടും മഴയാണ്, കുറച്ചുകൂടി ഇരുട്ടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ, ഓക്കെ. 4 പോയിന്റുകൾ വായിച്ചോ? വായിച്ച് കഴിയാനുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ. ഞാൻ അടുത്തതിലേക്ക് പോവാണേ. കോർ കോമ്പിറ്റൻസീസ് ഫോർ ബിസിനസ്. എക്സാമിന് 7-8 മാർക്കുകൾക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോർ കോമ്പിറ്റൻസീസ് ഫോർ ബിസിനസ്. ബിസിനസ്സിലെ കോർ കോമ്പിറ്റൻസീസ് ഏതൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് നോക്കിയോ, പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇന്നോവേഷൻ. ദ എബിലിറ്റി ടു ഡെവലപ്പ് ആൻഡ് ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ദാറ്റ് മീറ്റ് കസ്റ്റമർ നീഡ്സ് ആൻഡ് ഔട്ട് പെർഫോം കോമ്പീറ്റിംഗ് ഓഫറിംഗ്സ്. കസ്റ്റമേഴ്സിന്റെ നീഡ്സ് മനസ്സിലാക്കി പുതിയ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ സർവീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം അത് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് ആ ബിസിനസിന്റെ കോർ കോമ്പിറ്റൻസി ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ നീഡ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് അല്ലെങ്കിൽ വാണ്ട്സ് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് മാർക്കറ്റുകളിലേക്ക്, പല മാർക്കറ്റുകളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ബിസിനസിന്റെ കോർ കോമ്പിറ്റൻസി ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് പോവാം. ഓപ്പറേഷണൽ എക്സലൻസ്. എന്താണ് ഓപ്പറേഷണൽ എക്സലൻസ്? എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ഇന്റേണൽ പ്രോസസ്സസ്, സപ്ലൈ ചെയിൻസ് ആൻഡ് റിസോഴ്സസ് ടു ഡെലിവർ ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഓർ സർവീസസ് അറ്റ് ലോവർ കോസ്റ്റ്. കോസ്റ്റ് പരമാവധി കുറച്ചുകൊണ്ട് ഇന്റേണൽ പ്രോസസ്സുകളെ എഫിഷ്യന്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും മാനേജ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോർ കോമ്പിറ്റൻസി ആണ്. എങ്ങനെയാണ്? കോസ്റ്റിനെ പരമാവധി കുറച്ചുകൊണ്ട് ഇന്റേണൽ പ്രോസസ്സുകളെ എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മാനേജ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോർ കോമ്പിറ്റൻസി ആണെന്ന് പറയാം. ക്ലിയർ? ദെൻ മൂന്നാമത്തെ പോയിന്റ്, കസ്റ്റമർ സർവീസ് ആൻഡ് എക്സ്പീരിയൻസ്. പ്രൊവൈഡിംഗ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് ആൻഡ് ക്രിയേറ്റിംഗ് പോസിറ്റീവ് എക്സ്പീരിയൻസ് ദാറ്റ് ബിൽഡ് ലോയൽറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്, ഓർഗനൈസേഷൻ ആണ് നമ്മുടെ എങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ കോർ കോമ്പിറ്റൻസി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അങ്ങനെ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്വയർ ചെയ്യാൻ പറ്റും. സാറ്റിസ്ഫാക്ഷൻ നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ്, ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആൻഡ് റെക്കഗ്നിഷൻ. എന്താണ് സംഗതി? എസ്റ്റാബ്ലിഷിംഗ് എ സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റി ആൻഡ് റെപ്യൂട്ടേഷൻ ദാറ്റ് റെസൊനേറ്റ്സ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സെറ്റ്സ് ദ കമ്പനി അപ്പാർട്ട് ഫ്രം കോമ്പറ്റീറ്റേഴ്സ്. നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡഡ് ആണ്, സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ, കസ്റ്റമേഴ്സിനിടയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ. സോ ഈ റെപ്യൂട്ടേഷനെയും ഈ ഒരു സ്ട്രോങ് ബ്രാൻഡ് ഐഡന്റിറ്റിയെയും നമുക്ക് കോർ കോമ്പിറ്റൻസി ആണെന്ന് പറയാം, കോമ്പിറ്റൻസി ആയിട്ട് പറയാം ആ ബിസിനസിന്റെ. ഇത്തരത്തിലുള്ള കോർ കോമ്പിറ്റൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് ചെയ്യാനായിട്ട് പറ്റും, സിമ്പിൾ ആയിട്ട്, അല്ലേ? ശരി, ലാസ്റ്റ് പോയിന്റ്, ടെക്നോളജിക്കൽ എക്സ്പെർട്ടൈസ്. മാസ്റ്ററി ഓഫ് സ്പെസിഫിക് ടെക്നോളജീസ് ഓർ പ്ലാറ്റ്ഫോംസ് ദാറ്റ് എൻഹാൻസ് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൊഡക്ഷൻ പ്രോസസ്സസ് ഓർ സർവീസ് ഡെലിവറി. ആരും യൂസ് ചെയ്യാത്ത
സ്പെസിഫൈഡ് ആയിട്ടുള്ള ചില ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് യൂസ് ചെയ്യുന്നുണ്ട്, ചില പ്ലാറ്റ്ഫോമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലോ അതും നമ്മുടെ കോർ കോമ്പീറ്റൻസീസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ആരും യൂസ് ചെയ്യാത്ത ചില ടെക്നോളജീസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അത് നമ്മുടെ കോർ കോമ്പീറ്റൻസിയാണ്. ആരും യൂസ് ചെയ്യാത്ത ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അത് നമ്മുടെ കോർ കോമ്പീറ്റൻസിയാണ്. ക്ലിയർ? ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിലെ കോർ കോമ്പീറ്റൻസീസ്. വായിച്ചു നോക്കിക്കോളൂ. വായിച്ചു. വായിക്കാൻ തരുന്ന സമയത്ത് വേറെ പരിപാടിക്കൊന്നും പോകല്ലേ, ശ്രദ്ധിച്ച് വായിക്കുക. ഇപ്പോഴും മൂടിക്കെട്ടി തന്നെ നിൽക്കുക, ലൈറ്റ് വരുന്നില്ല. എന്നെ കാണാലോ അല്ലേ? നോക്കട്ടെ, കുഴപ്പമില്ല. ശരി, വായിച്ചു കഴിഞ്ഞോ? ഇനിയും വായിച്ച് കഴിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ട് വായിച്ചോളൂ. ഞാൻ അടുത്തേക്ക് പോവാട്ടോ, അടുത്ത ഒരു ഏരിയയിലേക്ക് പോവാണ്. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ്, CSF. Okay, critical success factors are key elements or variables that are essential for an organization to achieve its strategic objectives and goals. ഓർഗനൈസേഷൻ ആവുമ്പോൾ അവർക്ക് ചില സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ ഉണ്ടാവും അല്ലെ, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില എസെൻഷ്യൽ കീ എലമെന്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ഒക്കെ ആവശ്യമായിട്ട് വരും ഓർഗനൈസേഷന്. അത്തരത്തിലുള്ള കീ എലമെന്റ്സ് അല്ലെങ്കിൽ കീ വേരിയബിൾസിനെയാണ് ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഫാക്ടേഴ്സ് ആർ ക്രിട്ടിക്കൽ because their presence and effective management significantly contribute to the success. ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആണ്. അതിന് കാരണം ഈ ഫാക്ടേഴ്സിന്റെ പ്രസൻസും അതിന്റെ എഫക്റ്റീവ് മാനേജ്മെന്റും എന്തിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തും? ആ ഓർഗനൈസേഷന്റെ സക്സസിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ മീനിങ്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിന്റെ മീനിങ്. വായിച്ചു നോക്കിയോ. ഓക്കെ, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് CSF എന്താണെന്നുള്ളത് മനസ്സിലായോ എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നോക്കിയാലോ. താഴേക്ക് പോന്നോളൂ. ഹൗ ഡു ഐ ഡിറ്റർമിൻ ദ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ഫോർ മൈ ഓർഗനൈസേഷൻ? എനിക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷനിലെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ഞാൻ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക, എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതിനുള്ള സ്റ്റെപ്പുകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പുകളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്ലാരിഫൈ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുക? എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തെടുക്കുക? മിഷൻ സ്റ്റേറ്റ്മെന്റിൽ നിന്നും, അതുപോലെ വിഷൻ സ്റ്റേറ്റ്മെന്റ്, സ്ട്രാറ്റജിക് പ്ലാൻസ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കുക. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ക്ലിയർ ആയിട്ട് എന്ത് ഡിഫൈൻ ചെയ്യണം? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ ഡിഫൈൻ ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഏത് അനാലിസിസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, SWOT അനാലിസിസ് കണ്ടക്ട് ചെയ്യുക. എന്തായിരുന്നു SWOT അനാലിസിസ്? എക്സ്പാൻഡ് ചെയ്യാവോ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് അല്ലെ? എന്തിനാ ഈ SWOT അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്? ടു അസസ് യുവർ ഓർഗനൈസേഷൻസ് ഇന്റേണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഓർഗനൈസേഷനിലെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രെങ്ത്തുകളും വീക്ക്നെസ്സുകളും മനസ്സിലാക്കാനും, അതോടൊപ്പം തന്നെ എക്സ്റ്റേണലി ആ ഓർഗനൈസേഷന് വരാവുന്ന ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനുമാണ് നമ്മൾ SWOT അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആ രണ്ട് സ്റ്റെപ്പുകളൊന്ന് വായിച്ച് അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വരാം കേട്ടോ. പെട്ടെന്ന് വായിച്ചു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ്, എൻഗേജ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അവരെ എന്തോ കാര്യത്തിന് എൻഗേജ് ചെയ്യിപ്പിക്കാനാ പറയുന്നത്. എന്ത് കാര്യത്തിനാ? ഇതാ നോക്കിയോ, ഇൻവോൾവ് കീ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് എക്സിക്യൂട്ടീവ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ഈവൻ കസ്റ്റമേഴ്സ് ഇൻ ഡിസ്കഷൻസ് about what they believe are critical to the success of the organization. Different perspectives can provide valuable insights. ഓർഗനൈസേഷനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് ഡിസിഷൻ എടുക്കണം. സോ ആ ഡിസിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് ഉണ്ട് അല്ലെ? ഈ ഡിസ്കഷൻസിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനാണ് പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്, പറ്റുവാണെങ്കിൽ കസ്റ്റമേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് അവരുടെ കൂടെ ഒപ്പീനിയൻസ്, പെർസ്പെക്റ്റീവ്സുകളൊക്കെ കേട്ട് അവരുടെ കൂടി വാല്യുബിൾ ഇൻസൈറ്റുകൾ സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഡിസിഷനിലേക്ക് എത്തണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പും ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. അവസാനത്തെ സ്റ്റെപ്പാണ് പ്രയോറിറ്റൈസ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ KPI. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് അതാണ്. റിവ്യൂ ആൻഡ് പ്രയോറിറ്റൈസ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് that are most relevant to your strategic objectives. സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുക? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിന്റെ ഒരു മീനിങ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്പുകളും പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. 4 സ്റ്റെപ്പുകളും വേഗം വായിച്ചു. എൻ്റെ ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓർഗനൈസേഷനിലെ ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സിനെ നിങ്ങൾ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും, അതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. വായിച്ചു.
വായിച്ചോ. പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന സ്റ്റെപ്പുകളല്ലേ ഉള്ളൂ. പഠിച്ചോണേ, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതണം. ശരി, വായിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിനി മൊഡ്യൂൾ നമ്പർ 10ന്റെ അവസാനത്തെ ആ ടോപ്പിക്കിലേക്ക് പോവാണ്. ഗോൾ കോൺഗ്രുവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ടേമുകളിലൊന്നും ഇത് ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇനി വരുന്ന ടേമുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 7-8 മാർക്കുകൾക്കായിരിക്കും ഇത് ചോദിക്കാം കേട്ടോ. സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ് പഠിച്ചതല്ലേ, SBU, അതുമായിട്ട് സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഞാനതിന്റെ ഒരു മീനിങ് പറയാം, നോക്കിക്കോളൂ. Goal congruence refers to the alignment of individual and team goals with the overall objectives of the organization. It's about ensuring that everyone in the organization is working collectively towards the same overarching goals. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ ഒരു IT കമ്പനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ ടീമായിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ടാവും. സോ ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടാവും. ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടാവും, ടീമായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ടീം ഗോൾസും ഉണ്ടാവും. സോ ഈ ഗോൾസ് ഒക്കെ ഇവർ അച്ചീവ് ചെയ്യുമ്പോൾ അതിന്റെ എൻഡ് ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുക? ഓർഗനൈസേഷനാണ് കിട്ടുക. ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അവിടെ അച്ചീവ് ചെയ്യുകയാണ്. ശരിയല്ലേ? സോ ഇത്തരത്തില് ഇൻഡിവിജ്വൽ ഗോൾസും ടീം ഗോൾസും ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ അലൈൻ ചെയ്യുന്നതിനെയാണ് ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇൻഡിവിജ്വൽ ഗോൾസും ടീം ഗോൾസും ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ അലൈൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൾ കോൺഗ്രുവൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? വായിച്ചു നോക്ക് മീനിങ്. വായിച്ചോ? നമുക്ക് ബാക്കി നോക്കിയാലോ. കീ എലമെന്റ്സ് ഓഫ് ഗോൾ കോൺഗ്രുവൻസ്. ഗോൾ കോൺഗ്രുവൻസിന്റെ കീ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ക്ലാരിറ്റി ഓഫ് ഒബ്ജക്റ്റീവ്സ്. ക്ലിയർലി ഡിഫൈൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഓർഗനൈസേഷനിലെ A to Z ആൾക്കാരുമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ? സംശയമില്ലല്ലോ? ശരി. രണ്ടാമത്തെ പോയിന്റ്, അലൈൻമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഗോൾസ്. ഇൻഡിവിജ്വൽ ഗോൾസ് മാത്രമാണോ അലൈൻ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മൾ മീനിങ്ങിൽ പറഞ്ഞതാ. ഏതുകൂടെ ഉണ്ട്? ടീം ഗോൾസും ഉണ്ട്. ശരിയല്ലേ? ഇൻഡിവിജ്വൽ ആൻഡ് ടീം ഗോൾസ് ദാറ്റ് ആർ ഡയറക്ട്ലി കണക്റ്റഡ് ടു ആൻഡ് സപ്പോർട്ട് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഇൻഡിവിജ്വൽ ഗോൾസും ടീം ഗോൾസും ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ അലൈൻ ചെയ്യണം. അതാണ് പറഞ്ഞേക്കുന്നത്. നമ്മളത് മീനിങ്ങിലും പറഞ്ഞിരുന്നു. അതുകൊണ്ട് എഴുതാൻ എളുപ്പമാണ് അല്ലേ? മൂന്നാമത്തെ പോയിന്റ്, മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. എ മോട്ടിവേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് വർക്ക് ഫോഴ്സ് ദാറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദെയർ റോൾസ് in reaching organizational goals. മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് നമുക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഓരോരുത്തരുടെയും റോള് അവർക്കറിയാം, അതിന്റെ ഇമ്പോർട്ടൻസ് അവർക്കറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഗനൈസേഷന്റെ ഗോൾസ് ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, performance evaluation. Evaluation and feedback mechanism that assess individual and team performance in relation to organizational objectives. Individual പെർഫോമൻസുകളും ടീം പെർഫോമൻസുകളും നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്ത് എന്തെങ്കിലും കറക്റ്റീവ് മെഷർ എടുക്കണമെന്നുണ്ടെങ്കിൽ, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തു പോകണം. അല്ലെങ്കിൽ എന്താ പറ്റുക? ഓർഗനൈസേഷന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരും, അലൈൻ ചെയ്യാൻ പറ്റാതെ വരും. ക്ലിയർ? വായിച്ചു നോക്കിയോ.
4 പോയിന്റുകൾ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകൾ. പെട്ടെന്ന് വായിച്ചോ. കഴിഞ്ഞു. വേഗം വായിച്ചോ. 4 പോയിന്റ് അല്ലേ ഉള്ളൂ. പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന പോയിന്റുകളോ. ഇത് എഴുതിക്കോണേ, എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ശരി, അപ്പോൾ മൊഡ്യൂൾ നമ്പർ 10 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് മൊഡ്യൂൾ നമ്പർ 11 ആണ്. നമുക്ക് അതിലേക്ക് പോയാലോ? ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ നോട്ടുണ്ട്, അത് വെച്ചായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. എല്ലാ ഏരിയകളും കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? 2022 സിലബസിലേക്ക് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 11, ഡിജിറ്റൽ സ്ട്രാറ്റജി. എക്സാമിന് ഇതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ടേമുകളിൽ. ഇനി വരുന്ന ടേമുകളിലും ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഇതാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ശരി. അപ്പൊ എന്താണ് ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ഡിജിറ്റൽ സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്താണെന്ന് അറിയാം അല്ലേ? എന്താ ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാ നോക്കിയാട്ടെ. A digital strategy is a company's approach to using technology like computers, mobile devices, and internet services to grow the brand. കമ്പനി അവരുടെ ബ്രാൻഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വളർത്തുന്നതിന് വേണ്ടിയിട്ട് ടെക്നോളജി യൂസ് ചെയ്യുക. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഡിവൈസസും ഇന്റർനെറ്റ് സർവീസുകളും ഒക്കെ യൂസ് ചെയ്യുക. ഇതിനെയാണ്, ഈ ഒരു അപ്രോച്ചിനെയാണ് ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദിസ് പ്ലാൻ ക്യാൻ ഹെൽപ്പ് എംപ്ലോയീസ് റീച്ച് കസ്റ്റമേഴ്സ്, ഇൻക്രീസ് സെയിൽസ് ആൻഡ് ഷോക്കേസ് ദെയർ ബ്രാൻഡ് എഫക്റ്റീവ്ലി. ഈ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു അപ്രോച്ച് കസ്റ്റമേഴ്സിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എംപ്ലോയീസിന് ഈസി ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്താമെന്ന് പറയുന്നത്. അങ്ങനെ സെയിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. അതുപോലെ ബ്രാൻഡ് എഫക്റ്റീവായിട്ട് ഷോക്കേസ് ചെയ്യാം. ക്ലിയർ? സോ ഇതാണ് ഡിജിറ്റൽ സ്ട്രാറ്റജി. വായിച്ചു നോക്ക് എന്താണ് ഡിജിറ്റൽ സ്ട്രാറ്റജി എന്നുള്ളത്. വായിച്ചോ? സിമ്പിൾ അല്ലേ? ഡിജിറ്റൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളതൊന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. വാട്ട് ഡസ് എ ഡിജിറ്റൽ സ്ട്രാറ്റജി ഇൻക്ലൂഡ്? ഡിജിറ്റൽ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആവുക? ഫസ്റ്റ് പോയിന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസസ് ടെക്നോളജി ചാനൽസ് ടു ഇൻക്രീസ് ബ്രാൻഡ് അവയർനെസ് ആൻഡ് എൻഗേജ്മെന്റ്. ബ്രാൻഡ് അവയർനെസ്സും എൻഗേജ്മെന്റും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ് യൂസ് ചെയ്യുന്നത്? ടെക്നോളജി ചാനൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ദ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, ഇമെയിൽ ആൻഡ് കണ്ടന്റ് മാർക്കറ്റിംഗ്.
ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിഫറെന്റ് ഏരിയാസ് ഏതൊക്കെയാണ്? സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നതാണ് അല്ലേ? ദെൻ ഇമെയിൽ ഹാൻഡിൽ ചെയ്യുന്നതാണ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് പറയുക. ദെൻ അഡ്വർടൈസിംഗ്. Digital advertising is when companies deliver targeted materials to attract new customers and engage existing customers. Digital advertising എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ട് ടാർഗറ്റഡ് മെറ്റീരിയൽസ് എന്ത് ചെയ്യാണ്? ഡെലിവറി ചെയ്യാണ്, അവരിലേക്ക് ഇറക്കി വിടുകയാണ്. പ്രൊഡക്റ്റ് ആവാം, സർവീസ് ആവാം, ആഡുകളാവാം, എന്തുമാവാം. കമ്പനീസ് മേ പേ ടു അഡ്വർടൈസ് ഓൺ വെബ്സൈറ്റ്സ് ത്രൂ സെർച്ച് എഞ്ചിൻസ് ഓർ ത്രൂ പേ പെർ ക്ലിക്ക്. അഡ്വർടൈസ്മെന്റുകൾ നടത്താറുണ്ട് വെബ്സൈറ്റിലൂടെ, സെർച്ച് എഞ്ചിനുകളിലൂടെ, അതുപോലെ പേ പെർ ക്ലിക്ക്. പേ പെർ ക്ലിക്ക് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇ-കൊമേഴ്സ്. എന്താണ് ഇ-കൊമേഴ്സ്? അറിയാലോ. ഇ-കൊമേഴ്സ് ഈസ് ദ എബിലിറ്റി ടു ബൈ ആൻഡ് സെൽ പ്രൊഡക്ട്സ് ഓർ സർവീസസ് ഓൺലൈൻ. പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി, സർവീസ് ആണെങ്കിലും ശരി, ഓൺലൈനായിട്ട് വാങ്ങാനും വിൽക്കാനായിട്ട് നമുക്ക് പറ്റും അല്ലെ? ആ ഒരു ഫെസിലിറ്റിയാണ് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ഏത് ബ്രാൻഡിന്റെ പ്രൊഡക്റ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, നമ്മുടെ വീട്ടിലെത്തും സാധനം അല്ലെ? ആ ഒരു ഫെസിലിറ്റിയാണ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കസ്റ്റമർ ഇന്ററാക്ഷൻ. Having open channels for feedback and interaction with the customers can help customer service teams provide a positive customer service experience. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ റിവ്യൂ നോക്കും, ഫീഡ്ബാക്കുകൾ നോക്കും അല്ലെ? കൺവിൻസിംഗ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകളാണ് ആ പ്രൊഡക്റ്റിന് കിട്ടുന്നതെങ്കിൽ മാത്രമേ നമ്മളത് പർച്ചേസ് ചെയ്യുള്ളൂ, അല്ലാതെ പർച്ചേസ് ചെയ്യില്ല. അങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടും അല്ലെ? ഫീഡ്ബാക്ക് ഒക്കെ നോക്കി മേടിക്കുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടില്ലേ? സോ നല്ലൊരു ഇന്ററാക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓപ്പൺ ചാനൽസ് കൊടുക്കുക ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്. കസ്റ്റമേഴ്സ് ചില ചോദ്യങ്ങൾ അതിൽ ചോദിക്കാറുണ്ട്, റിവ്യൂവിൽ ചോദിക്കാറുണ്ട്, ഫീഡ്ബാക്കിൽ ചോദിക്കാറുണ്ട്. ഇതിന് ഇന്ന ഫെസിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അതിന് റിപ്ലൈയും കൊടുക്കാറുണ്ട്. നല്ലൊരു ഇന്ററാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പോയിന്റ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. Search engine optimization can help a company appear on search engines. Tags, keywords, links on the company's website and other online content can be part of the plan to increase the website's traffic and accessibility. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ പല ആഡുകളും അതിൽ കാണാറുണ്ട് അല്ലേ? പല ലിങ്കുകളും നമുക്ക് ഇടയ്ക്ക് കയറി വരാറുണ്ട് ഗൂഗിളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. ഇതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ കയറുന്ന അവരുടെ ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും. സോ ഈ സംഗതിയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇത്രയും മതി ഇന്ന്. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ക്ലാസ്സിന്റെ പ്രത്യേകത അറിയാലോ, നമ്മുടെ ആ ഒരു ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇന്നിങ്ങനെ നിൽക്കട്ടെ, ബാക്കി അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്. ബൈ.